എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ മാറി വരുന്ന ലോകക്രമത്തിൽ നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ, എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ത്യയും അമേരിക്കയും തെറ്റില്ലാത്തൊരു സുഹൃത്ത് വലയമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായി എല്ലാം മാറി മറിഞ്ഞു. മാക്സിമം ഇന്ത്യയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ അവർ കണ്ട ഒരു മാർഗമാണ് ഈ ടാക്സ് ഹൈക്ക് ചെയ്ത്. ഏതാണ്ട് 50% ടാക്സ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതൊരു സൈഡ്. മറ്റൊന്ന്, അവർ പാകിസ്ഥാനെ ഉപയോഗിച്ചു ചെറിയ രീതിയിൽ ഇന്ത്യയെ ഹേർട്ട് ചെയ്യുക, അതിർത്തിയിലൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഒരു സൗകര്യവും അവർ ചെയ്ത്, സാമ്പത്തികമായോ മറ്റു പല രീതിയിലും. എനിവേ, അത് നിൽക്കട്ടെ. എന്നാൽ മോദി ഒന്ന് മനസ്സിലാക്കുക, മോദിയും അമിത്ഷായ്ക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഭരിച്ച മുൻകാല ഭരണാധികാരികൾ ഏത് രാജ്യത്തോടും എന്ത് ബന്ധം ഉണ്ടെങ്കിൽ തന്നെയും ഒരു മാർജിൻ, ചെറിയൊരു ഗ്യാപ്പ് അവർ സൂക്ഷിക്കുമായിരുന്നു നെഹ്റുവിൻ്റെ കാലം മുതൽ. അങ്ങനെയാണ് നമ്മൾ ഈ ചേരിചേരാ നയങ്ങളിലേക്ക് നാം മാറിയത്. ഏത് രാജ്യമായും നമ്മൾ സുഹൃത്ത് ബന്ധം തന്നെയായിരുന്നു. ബട്ട് എത്ര ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10% ഒരു ഗ്യാപ്പ് കൊടുക്കുമായിരുന്നു. എന്നാൽ മോദിയുടെ കാലത്ത് സംഭവിച്ചത്, മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം മൈ ഫ്രണ്ട് എന്നൊരു ലെവലിലോട്ട് നമുക്കറിയാം. അവർ തമ്മിൽ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. അവരുടെ ഓരോ പ്രവർത്തന ശൈലിയും ഓരോ സംവിധാനങ്ങളും ഒക്കെ നിർത്തി. ഏതാണ്ട് അവരുടെയൊക്കെ വീഴ്ചയൊക്കെ ഒരേ ലെവലായിരുന്നു. ബട്ട് ഇപ്പോൾ എങ്ങനെ അത് എന്ത് സംഭവിച്ചെന്ന് അത് നമുക്ക് പിന്നാലെ പറയാം. ഒന്ന് ചിന്തിക്കേണ്ടത്, ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി 2-3 ടേമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അതുകൊണ്ടാണ് ജനം അവരെ വീണ്ടും ഭരണത്തിൽ കയറ്റി എന്നുള്ള ഒരു മൂഢമായ ഒരു അന്ധവിശ്വാസം അവരിൽ ഉണ്ടാകാറുണ്ട്. അത് BJP ആയിരുന്നാലും കോൺഗ്രസ്, ആർക്കത് സ്വാഭാവികമാണ്. ആ ഒരു ഹുങ്ക് നരേന്ദ്രമോദിയിലുണ്ടായി, അമിത്ഷായിലുണ്ടായി. അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ധാരണ അവർക്കുണ്ടായി. എന്നാൽ ഇതിനെ ഏതെങ്കിലും പ്രതിപക്ഷം ക്വസ്റ്റ്യൻ ചെയ്താൽ, എന്തെങ്കിലും ഒരു തെറ്റായ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പ്രതിപക്ഷത്തിലുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരെ പുച്ഛിച്ച് തള്ളുക, അവരെ കളിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സാധാരണ ഒരു റൊട്ടൈൻ തിങ്ങാശാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്കെ, അമേരിക്കയുടെ 50% നികുതി ഉണ്ട്. അവരതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും പട്ടിണി കിടക്കാൻ പാടില്ല, നമ്മൾ ബുദ്ധിമുട്ടത്തില്ല, നമ്മളതിനെ അതിജീവിക്കാം. ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് അതിനുശേഷം നാം റഷ്യയോടും ചൈനയോടും ഒത്തിരി അടുത്തു. ബട്ട് റഷ്യയോട് നമുക്ക് അടുപ്പം മുമ്പേ ഉണ്ട്, തെറ്റ് പറയണ്ട. അവർ അത്യാവശ്യ സമയത്തൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവരാണ്. എന്നാൽ മറിച്ച് ചൈന അങ്ങനെയല്ല. ചൈനയുമായുള്ള ഒരു സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുൻകാലങ്ങളിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചിരുന്നു. അപ്പോഴത്തേക്കും ആ ദലൈലാമയുടെ കുറച്ച് ഇഷ്യൂസിലൊക്കെ ഇവർ കുറച്ച് പ്രശ്നമുണ്ടാക്കി, നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്ത് പല പട്ടാളക്കാരും നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി ഒരു നല്ല ടൈമിലായിരുന്നില്ല യഥാർത്ഥം. ചെറിയ ബിസിനസ് കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങോട്ട് പോകണമെങ്കിലും. എന്നാൽ ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൽവയ്പ്പാണ് മോദിയും ഷിൻജിയും കൂടെയൊക്കെ ഇപ്പം നടത്തുന്നത്. നല്ലത് തന്നെ. ബട്ട് മോദിജിയോട് ഒന്ന് പറയുന്നു, കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 100% കണ്ണുമടച്ച് അങ്ങനെ ചൈനയെ വിശ്വസിക്കുന്നത് അത്ര ഉചിതമല്ല. കുറച്ചെങ്കിലും ഒരു പ്രശ്നം ബാക്കിയിടുക. കാരണം ഇവർ ഏത് സമയത്ത് എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ
ചൈനയ്ക്ക് എന്നുള്ളൊരു പാകിസ്ഥാനുമായിട്ടൊരു സോഫ്റ്റ് കോർണർ ഉള്ളതാണ്. ഇന്ത്യയുടെ ഈ ഡെവലപ്മെൻറ്റ്സിൽ അത്ര തൃപ്തരല്ല ചൈന. വാട്ട് ഹാപ്പൻ? അമേരിക്ക അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഈ ഇന്ത്യയുടെ ഈ ഓടികൾ ഈ ടെക്നോളജി അതൊക്കെ ഇത്രയ്ക്ക് ഡെവലപ്പ് ആകുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കാരണം അവരെക്കാളും മറ്റൊരു ശക്തി വരാൻ അവർ അനുവദിക്കില്ല. പിന്നെ ഈ ഓയിലിൻ്റെ കാര്യം, റഷ്യയിൽ നിന്ന് ഒത്തിരി നമ്മൾ ഓയിൽ വാങ്ങുന്നത് റിഫൈൻ ചെയ്ത് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിന് നമ്മൾക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് മോദിജിയോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ഫോറിൻ പോളിസി, നിങ്ങൾ എത്ര 100 രാജ്യങ്ങൾ എവിടെ സന്ദർശിച്ച് എന്ത് ചെയ്താൽ നല്ലതാണ്. ഇറ്റ്സ് എ ഗുഡ് ബിൽ. കാര്യം പഴയകാല നേതാക്കന്മാർ അത്രയുണ്ടെന്നും അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ചെയ്താൽ അതും പറഞ്ഞുതരാം. കാരണം അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം അവർക്ക് രാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തി ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ പ്ലാനിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ കൂടുതലും സമയം ഉപയോഗിച്ചത്. രണ്ടാമത് അന്നത്തെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് എല്ലാവർക്കും അവർ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അതിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെ മൂല്യങ്ങൾ വേണ്ട, പാർട്ടിയിലൂടെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടേണ്ടത്, എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടേണ്ടത് എന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവരിലും ഇല്ലായിരുന്നു. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നേതാക്കന്മാർ, രാജ്യശില്പികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റേർണലായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരോടൊപ്പമായിരുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ നിങ്ങൾക്കിപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വാട്ട് ഹാപ്പൻ മണിപ്പൂർ? ഇതുവരെ മണിപ്പൂരിൽ ഒരു ശാശ്വത പരിഹാരം ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പോയ നാളുകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ മോദിയുടെ നാളുകളിൽ ഇത്ര അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ പലയിടത്തും ഉണ്ടാകുന്നത്. അത് ഞാൻ മോദിയെ കുറ്റം പറയുന്നില്ല. കാരണം അതിൻ്റെ അറ്റൻഷൻ കുറവുണ്ട്, അതിൻ്റെ സൂക്ഷ്മക്കുറവുണ്ട്. 100% അത് ഇല്ലെന്ന് പറയാൻ പറ്റിയില്ല. നമ്മളെപ്പോഴും നമ്മൾ വി ഗാട്ട് എന്താ പറയുന്നത്, ഈ നമ്മൾ സയൻസ് പരമാണ് വി ആർ ഡെവലപ്പിങ്. സയൻസ് പരം 10 വർഷം കൊണ്ടായില്ല. ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ഈ തുമ്പ ISR ഒക്കെ വന്നിരിക്കുമ്പോൾ ആറ്റമിക് അത് ബാബായുടെ അദ്ദേഹത്തിൻ്റെ ഓരോരോ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചാണ്. അതിനോടൊപ്പം നമ്മുടെ അബ്ദുൽ കലാം, അവിടെ ഒരുപാട് ശില്പികൾ ഇതിലുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത് ഇപ്പോഴും ഇവിടെ വന്ന് ഇനിയിപ്പോൾ മറ്റൊരു പാർട്ടി വന്നാലും അവർക്ക് അങ്ങനെ 100% അവകാശപ്പെടാവുന്ന ഒന്നല്ല. ഇത് എല്ലാ രാജ്യം ഭരിച്ച നേതാക്കന്മാർക്കും അവകാശപ്പെടുന്ന അവരുടെ നിസ്വാർത്ഥമായ സേവനം, അവരുടെ ലോങ് വിഷൻ, ഇതെല്ലാം ഉണ്ട്. അതിൽ വാജ്പേയി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, നെഹ്റുജി ഉണ്ടായിരുന്നു, വടികൾ നമ്മുടെ റാവു ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം രാജ്യത്തിൻ്റെ ശില്പികളായിരുന്നു. അവർ ആരും തന്നെ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് ശ്രമിച്ചത്. അതിനെ അസ്ഥിരപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ല. പക്ഷെ ഇപ്പോഴത്തുള്ള ചില ആഭാസന്മാർ ചില പറയാറുണ്ട്, ഞങ്ങൾ വന്നിട്ടാണ് അത് ചെയ്ത്. ഞാൻ പേരെടുത്തും പറഞ്ഞ വളരെ നാണം കെട്ട ഒരു ഏർപ്പാടാണ്. ഇപ്പോഴും മുൻപെല്ലാം ഇല്ലാത്ത മുൻകാലങ്ങളിൽ മൊത്തം ഈ വടികൾ പാവപ്പെട്ട കൃഷിക്കാർ പോലെ അവരെ ആരും ഫോഴ്സില്ല. ബോലോ ജയ് ശ്രീറാം ആരും പറഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിലെ ഒരു പറയും. ഇന്നിപ്പോൾ എന്താ ഫോഴ്സ്? ബോലോ ജയ് ശ്രീരാമനെ പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും. അത്ര വൃത്തികെട്ടൊരു ശാഖ ഇന്ന് ഇവിടെ ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി? കാരണം വോട്ട് ബാങ്കിന് വേണ്ടി പാവം പിടിച്ചവന് അതും ഇതും പറഞ്ഞ് വശീകരിച്ചത് കിട്ടിക്കാനുള്ള അത് ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്. അത് വലിയൊരു ഇതാണ്. കാരണം തലയിലൊരു തുണിയും കെട്ടി ലാത്തിയുമായിട്ട് ഇങ്ങനെ കറങ്ങി ഇടയ്ക്കാണ് ബോൾ ജയ് ശ്രീറാം. അതിൽ സ്ത്രീയെ കണ്ടാലും പയ്യനെ ആരെ കണ്ട് ഇവർക്ക് ശ്രീറാം കൊണ്ട് ശ്രീറാമല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു ദൈവമായി നമ്മൾ ആ ഒരു വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് പാർട്ടിയിൽ കടത്തി ഈ തകരാറ് സംഭവിപ്പിക്കാതിരിക്കുക. ഇത് ശ്രദ്ധിക്കാത്തത് കാരണം ആ ശ്രദ്ധിക്കാത്തതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇനി നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സപ്പോർട്ട് വേണം. ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ആവശ്യം? അവരുടെ സൗകര്യം, അവരുടെ സീറ്റ് എപ്പോഴും ഉറപ്പായിരിക്കണം, സ്ഥാനചലനം ഉണ്ടാകാതിരിക്കണം. ഇതൊക്കെയാണ്. കാരണം ഇപ്പോൾ CBI വടികൾ, ഈ പല ഏജൻസികളുണ്ടോ, ഈ ഫൈനാൻഷ്യൽ ഏജൻസിയൊക്കെ മനുഷ്യനൊക്കെ ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അത് ജസ്റ്റ് ഫോൺ ചെയ്ത് ഇവരെ ഒതുക്കുക എന്നുള്ളതാണ്. അതിലെല്ലാം പ്രായോഗികമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നില്ല. അത് ഏത് രാഷ്ട്രീയക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മോദിജി എടുത്തിരിക്കുന്ന കുറ്റം പറയുന്നില്ല, നല്ലത് തന്നെ. നമ്മൾ രാജ്യത്തിന് പുരോഗതി വേണം, നല്ല വ്യാപാരം നടത്തണം, ജോലിക്കാർക്ക് പണിയുണ്ടാണ്, ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നൊരു പുതിയ എത്രയോ ലക്ഷം ആൾക്കാർ ഇന്ത്യൻസിനെ അവർ റിട്ടേൺ ചെയ്യണം. പക്ഷെ ഒരു കാര്യം,
ട്രംപ് ചെയ്തത് വളരെ മോശമായിപ്പോൾ. അതായത് ട്രംപിൻ്റെ ചില ഇത് കാണുമ്പോൾ മോദി എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിന് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണമാണ് ഈ മോദിയുടെ നാട്ടിലുള്ളവരാണ് ശരീരം മൊത്തം ചെയിനിട്ടും ചങ്ങലയ്ക്ക് ഇട്ടുകൊണ്ട് അവരുടെ ഫ്ലൈറ്റ് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോയത്. അന്ന് തന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി എന്താണ്, നമ്മുടെ രാജ്യത്തിന് ട്രംപ് കാണിച്ച ക്രെഡിബിലിറ്റി എന്ത് റെസ്പെക്റ്റ് എന്താണെന്ന് നോക്കി ഏത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ട്രംപിനെ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റിയില്ല. ഇനി എനിക്ക് പറയാനുള്ളത് രാഷ്ട്രം ഭരിക്കുന്നവരോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഏതെങ്കിലും രാജ്യമായിട്ട് അത്ര ഗാഢമായിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കീപ്പ് ഇറ്റ് ഒരു 10% ഒരു ഗ്യാപ്പ് ഒന്ന് സൂക്ഷിക്കുക. ആ ഗ്യാപ്പ് നമ്മൾക്ക് പലതിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. തുറന്നുള്ള ഒരു സമീപനം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഏത് തുറന്നുള്ള സമീപനത്തിലും നമ്മൾ പ്രൊട്ടക്ഷൻ ആകേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. നമുക്ക് നമ്മുടെ ശക്തിയുണ്ട്, നമുക്ക് ആംശമുണ്ട്, ടെക്നോളജി ഉണ്ട്. എന്ത് വിചാരിക്കും നമുക്കെല്ലാം എപ്പോഴും എല്ലാം നേടിയെടുക്കാമെന്നുള്ള ധാരണകളും ചില മാറ്റം. ചിലപ്പോൾ നമ്മുടെ ഈ പഴഞ്ചൊല്ല് പറയാറുണ്ടോ എന്തോ ഈ ചേര കടിച്ചാലും അത്താഴം മുടക്കുന്നത്, ആർക്കും കൊടുത്തിന് ഇത് കഴിച്ചാൽ നമ്മുടെ അത്താഴം മുടക്കാൻ പറ്റും. പക്ഷേ ഇവനൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ അത്താഴം മുടക്കുമെന്നുള്ള ധാരണ നമ്മളുണ്ടായിരിക്കണം. സോ മോദിജിയോടൊക്കെ പറയുകയാണ്, ദയവ് ചെയ്ത് ഫോറിൻ പോളിസി എടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ യു പ്ലീസ് ടേക്ക് കെയർ. ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ, നല്ല റോഡും ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ ഒരുപാട് യു ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്. അതൊന്നും സംശയമില്ല. മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കാര്യം എല്ലാത്തിനും ചില പാകപ്പിഴകളും പറ്റാറുണ്ട്. അതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അത് കറക്റ്റ് ചെയ്യാൻ ഒത്തിരി പെൻഡിങ്ങുകളുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഷൻ പൂർത്തിയാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഈവൻ ഇലക്ഷൻ കമ്മീഷൻ, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരിക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. അവരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് കേട്ടോണ്ടല്ലോ ശേഷൻ ടി എൻ ശേഷൻ, ഐ തിങ്ക് യെസ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളൊന്നും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനൊരു പറഞ്ഞ് മനസ്സിലാക്കണം. ആരായിരുന്നാലും ഒരു സംശയങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അത് വളരെ പ്രധാനമാണ്. സോ മുൻ രാജ്യങ്ങളുള്ളവരെ, മുൻ രാജ്യം നേതാക്കൾ, ഇന്ത്യ ഭരിച്ചിരുന്നവരെ ബ്ലെയിം ചെയ്യുന്നതും അവരാണ് ഇവർ അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയൊന്നും അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ വെച്ചാൽ അതിനും വലിയ വെണ്ടെന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം. നമ്മളെ പലതവണ അറ്റാക്ക് ചെയ്ത ചൈനയുമായി, നമ്മുടെ ഭൂപ്രദേശം പിടിച്ചു വെച്ചിരിക്കുന്ന ചൈനയുമായി, നമ്മുടെ പട്ടാളക്കാരെ കൊന്ന ചൈനയുമായി എന്തിനൊരു സൗഹൃദം ഇപ്പോൾ വേണ്ടി വരുന്നു? ആൾക്കാർ അതും ചോദിക്കാം. എന്നാൽ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരു സപ്പോർട്ടും, നമ്മുടെ നെയ്ബേഴ്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കണം. നെയ്ബറുമായിട്ട് നമ്മൾ തല്ലുകൂടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ചൈനയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടുകൂടാ എന്ന് തീർത്ത് പറയാനൊന്നും പറ്റിയില്ല. നല്ല ബന്ധങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് റഷ്യയുമായി നമുക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുമായിട്ടൊക്കെ എല്ലാം ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുക. പിന്നെ നമുക്ക് അമേരിക്കയോടും ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്. അവരുമായിട്ടൊക്കെ നമ്മുടെയൊക്കെ പോളിസി നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ അവർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം അവരോടും വേണ്ട സഹകരണം കാണിക്കണം. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അഡ്വൈസറി ബോർഡ് വന്ന് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കട്ടെ. രാജ്യത്തിന് പ്രശസ്തിയിലേക്ക് ഉയർത്താൻ വേണ്ട തൻ്റെ ഇടവും സമാധാനവും അനുഗ്രഹവും മോദിജിക്ക് കിട്ടട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.